ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പോൾ ഉള്ളത് ഹ്യുണ്ടായുടെ ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള മൈക്രോ SUV ആണ്. ഹ്യുണ്ടായി എക്സ്റ്റർ ആണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ്റ്ററിൻ്റെ SX എന്ന് പറഞ്ഞ വേരിയൻ്റാണ്, എന്ന് പറഞ്ഞാൽ മിഡിൽ വേരിയൻ്റാണ്. SX ഓട്ടോമാറ്റിക്കാണ് നമ്മളിന്ന് ബാക്ക്ഗ്രൗണ്ട് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് വണ്ടിയിൽ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് വരുന്നത്. ഒരു ബോക്സി ടൈപ്പ് ഡിസൈനിലുള്ള ഒരു വെഹിക്കിളാണ് ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന് പറയുന്നത്. ഫ്രണ്ടിലത്തെ ഒരു DRLs എല്ലാം ഓൺ ആക്കിയതിന് ശേഷമുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു H ഷേപ്പിലുള്ള DRLs ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഒരു ഗ്രില്ലാണ് ഇതിന് വരുന്നത്. ഗ്രില്ലെന്ന് പറയാനായിട്ട് നമുക്കൊരു പോർഷൻ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ്റ്റർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഹ്യുണ്ടായുടെ പുതിയ ലോഗോ കാണാനായിട്ട് സാധിക്കും. വളരെ വലിയ വിൻഡ്ഷീൽഡാണ് ഹ്യുണ്ടായി എക്സ്റ്ററിന് നൽകിയിരിക്കുന്നത്. സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 15 ഇഞ്ചിൻ്റെ സ്റ്റൈലിഷ് സ്റ്റീൽ വീൽ എന്ന് പറഞ്ഞിട്ടൊരു ടയറോട് കാണുവാനായിട്ട് സാധിക്കും. സ്റ്റീൽ വീൽ ഡിസൈനാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമുക്ക് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ മിററിൽ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂഫ് റെയിൽ ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട്. കൂടാണ്ട് ഒരു ചെറിയ സൺറൂഫും വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് ഈ ഒരു വേരിയൻറ്റിന് നൽകിയിരിക്കുന്നത്. കൂടാതെ റിയർ സ്പോയിലറും SX വേരിയൻറ്റിന് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ പോർഷൻ ഒന്ന് ഓപ്പൺ ആക്കി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഹെഡ് റെസ്റ്റ് ആണ്. 2 ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. നടുക്കിലത്തെ ആൾക്ക് ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കൂടാണ്ട് തന്നെ നമുക്കിവിടെ ഡോറ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് കളർ ഫിനിഷിംഗ് ആണ് വരുന്നത്. നമുക്കിവിടെ പവർ വിൻഡോൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ ഡോർ അൺലോക്ക് ചെയ്യുന്ന ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് റിയർ പാസഞ്ചേഴ്സിൻ്റെ സൗകര്യത്തിനായിട്ട് റിയർ AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. അത് 2 സീറ്റിലെ ആൾക്കാർക്കും 2 സെപ്പറേറ്റ് വെൻറ്റ് നൽകിയിട്ടുണ്ട്. റിയറിൽ പാർസൽ ട്രേ നമുക്ക് ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട് SX AMT എന്ന ഈ ഒരു വേരിയൻറ്റിൽ. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും നൽകിയിട്ടുണ്ട് റിയർ പാസഞ്ചേഴ്സിൻ്റെ സൗകര്യത്തിനായിട്ട്. ഇനി റിയർ പോർഷനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. റിയർ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ H ഷേപ്പിലുള്ള ഒരു റിയർ ടെയിൽ ലൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. 2 സൈഡിലുണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് റിയർ എന്നുള്ള ഒരു വ്യൂ കിട്ടുന്നത്. അതുകൂടാണ്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റിന് നമുക്ക് ഡീഫോഗർ ലൈൻസും വരുന്നുണ്ട്. വലതുവശത്തായിട്ട് SX എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇതിവിടെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന് അതിൻ്റെ താഴെ തന്നെ നമുക്കിവിടെ റിയർ സ്പോയിലർ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ലുക്കാണ് നമുക്ക് രാത്രിയിൽ ഈ ഒരു വണ്ടിക്ക് ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു റിയർ ടെയിൽ ലൈറ്റ് വരുന്നത്. അതും H ഷേപ്പിൽ തന്നെയാണ് ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡീഫോഗർ ലൈൻസ് കാണാം. ഹ്യുണ്ടായിൻ്റെ എംബ്ലം കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ റിവേഴ്സ് ക്യാമറ കാണുവാനായിട്ട് സാധിക്കും. നമ്പർ പ്ലേറ്റിനുള്ള ലൈറ്റ് കാര്യങ്ങൾ. ഇതാണ് എക്സ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നത്. നടുക്കായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് എല്ലാം തന്നെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. 391 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് എക്സ്റ്ററിന് നൽകിയിരിക്കുന്നത്. ഇൻബിൽറ്റ് മാറ്റ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ഒപ്പം തന്നെ. നമുക്കിപ്പോൾ പാർസൽ ട്രേയും കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ റിയർ പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും ബോക്സി ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഡ്രൈവർ സൈഡിൽ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ കൺട്രോൾസ് വരുന്നുണ്ട് നോക്കാം. അപ്പോൾ ഇത്രയും കൺട്രോൾസാണ് വരുന്നത്. നമുക്ക് മിറർ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും സാധിക്കും. അതിനുള്ള ബട്ടൺ ഉണ്ട്. അതുകൂടാണ്ട് നമുക്കിവിടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റും സെൻറ്റർ ലോക്കിങ്ങും വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ പിന്നെ പിഞ്ച് ഫങ്ഷൻ എല്ലാം തന്നെ ഈ ഒരു ഡോറിൽ നമുക്കിവിടെ ബട്ടൺസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ എല്ലാം തന്നെ വരുന്നത്. ഇനി ഡ്രൈവർ സൈഡിൽ സീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇലക്ട്രിക്കലി അല്ല, മാനുവലി ആയിട്ട് തന്നെ ലിവർ വെച്ചിട്ട് നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. 4 രീതിയിൽ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് എല്ലാം തന്നെ വളരെ ബാക്ക് ലൈറ്റ് പോലെ നമുക്ക് ആ ഒരു ലൈറ്റ് കാണുവാനായിട്ട് സാധിക്കും. വലതുവശത്തായിട്ട് ക്രൂയിസ് കൺട്രോളുണ്ട്. അതിൻ്റെ ഫങ്ഷൻസിനുള്ള ബട്ടൺസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഹ്യുണ്ടായിൻ്റെ ആ ഒരു എംബ്ലം സ്റ്റിയറിംഗിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് ഈ രീതിയിലാണ്. ബോണറ്റ് അങ്ങനെ അത്ര കാര്യമായിട്ടുള്ള വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നില്ല. റോഡ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതാണ് നമുക്ക് ഇതിൻ്റെ AC സെക്ഷൻ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്.
ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്ററാണ് എക്സ്റ്ററിൻ്റെ ബേസ് മോഡലോട്ട് ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, അതുപോലെ ഏതെങ്കിലും ഡോറോ അല്ലെങ്കിൽ ഓപ്പൺ ആണെന്ന് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ, ട്രിപ്പ് സെറ്റ് ചെയ്യാം, വണ്ടി ഏത് ഗിയറിലാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ അറിയാൻ പറ്റും. ഇതിലാണെങ്കിൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ ഇൻബിൽറ്റ് സ്ക്രീൻ വരുന്നുണ്ട് വിത്ത് റിവേഴ്സ് ക്യാമറയാണ്. DRVM എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അത് ഞെക്കി വെച്ചാൽ ഫുൾ ടൈം ആണെങ്കിൽ നമുക്ക് ക്യാമറ വ്യൂ ഓൺ ആക്കി ഇടാനായിട്ട് സാധിക്കും. പിന്നെ ഫോൺ വെച്ചിട്ട് നമുക്ക് മിറർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിനകത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വോളിയം ബട്ടൺ, അതിൽ പവർ ബട്ടണൊക്കെ വരുന്നത്. ഇനി AC-ൻ്റെ കൺട്രോൾസ് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. AC ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. അതിൽ ഞെക്കിയാൽ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ഔട്ട് സൈഡ് ടെമ്പറേച്ചറിനനുസരിച്ച് ഇത് മാനേജ് ആയിക്കോളും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഗിയർ ലിവർ വരുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ ഈ രീതിയിലാണ് ലിവർ വരുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ഹാൻഡ് ബ്രേക്കിനുള്ള പോർഷൻ ഉണ്ട്, കപ്പ് ഹോൾഡറും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലാണെങ്കിൽ നമുക്ക് റൂം ലാമ്പ് വരുന്നുണ്ട്, 2 റൂം ലാമ്പ് വരുന്നുണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സൺറൂഫ് ഓപ്പൺ ആക്കാൻ പറ്റും. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് സൺറൂഫ് വരുന്നത് SX മോഡലാണ് നമുക്ക് എക്സ്റ്റർണൽ സൺറൂഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള നമുക്ക് ചെറിയൊരു സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ സൺറൂഫ് വേണം എന്നുള്ള ആൾക്കാർക്കും ഈ ഒരു വണ്ടി പ്രിഫർ ചെയ്യാം. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വണ്ടിയുടെ ഉള്ളിൽ, നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഡാഷ് ബോർഡിൻ്റെ ഡിസൈനാണ് വരുന്നത്. 2 കളറിലാണ് ഡാഷ് ബോർഡ് തീമായിട്ട് വരുന്നത്. ഈ രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ ഗ്ലൗ ബോക്സ് കാണാനായിട്ട് സാധിക്കും. ഡ്രൈവർ സൈഡിൽ വാനിറ്റി മിറർ വരുന്നില്ല. കോ ഡ്രൈവറിന് നമുക്ക് വാനിറ്റി മിററും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഗിയർ ഈ ഒരു ലിവർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗിയർ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് ഈ ഒരു എക്സ്റ്ററിനെ പറ്റി പറയാനുള്ളത്. കൂട്ടുകാർക്ക് ഈ ഒരു കാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ എൻക്വയറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോപ്പുലർ ഹ്യുണ്ടായി കോതമംഗലം ഷോറൂമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് എൽദോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹ്യുണ്ടായി സംബന്ധിച്ച് ഏതെങ്കിലും കാറിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.